Hello everyone, welcome back to a new video and welcome to Love for Literature where we are discussing everything related to English literature. സോ ഇന്ന് നമ്മൾ ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഒരു കോൺസെപ്റ്റാണ് ആൻഡ് ദാറ്റ് ഈസ് ദ കോംപ്ലെക്സ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ ഒരുപാട് കോംപ്ലെക്സ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഒരു സ്പാൻ ഉണ്ട് ഇതിന്. അതായത് നമ്മൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടധികം ഇവൻറ്റ്സ് നടന്നിട്ടുള്ളത് ഈ ഒരു ട്രഡീഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭാഷകളുണ്ട് ഇന്ത്യയിൽ. ആ ഭാഷകളെല്ലാം തന്നെ ഒരു മൾട്ടി ലിംഗ്വൽ നേച്ചറാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിന് കൊടുക്കുന്നത്. മാത്രമല്ല ഒരുപാടധികം ജേണേഴ്സ് ഉണ്ട്, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയം, ഡ്രാമ എക്സെട്ര. മാത്രമല്ല ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷനും. കാരണം ബുദ്ധിസം, ജൈനിസം പോലത്തുള്ള ഒരുപാട് റിലീജിയൻസും നമ്മുടെ വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ ഒരുപാട് കോംപ്ലെക്സ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം ചരിത്രമുള്ള ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഒരു കൊടക്കീഴിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ട്രഡീഷൻ്റെ അകത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലിറ്ററേച്ചർ ലെയേർഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറയാൻ കാരണം ഓരോ വർക്ക് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് അതിനുള്ളിൽ പല രീതിയിലുള്ള സോഷ്യൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു കോംപ്ലക്സിറ്റിയുടെ ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് ഓറൽ ആൻഡ് റിട്ടൺ ട്രഡീഷൻ ആണ്. കാരണം പണ്ട് കാലത്ത് വേദങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഗുരു അത് പഠിക്കുന്നു, ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരത് ഓർത്തെടുക്കുകയും പിന്നീട് അത് കാണാതെ പഠിച്ച് തങ്ങളുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനത്തെ രീതിയിലൊരു വാമൊഴിയായിട്ടാണ് ആദ്യം ഓറൽ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ വേദങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഡുവൽ നേച്ചർ, അതായത് ഓറൽ ആൻഡ് റിട്ടൺ നേച്ചർ, ഇതുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇത്രയും ഡൈനാമിക്കും മൾട്ടി ഡയമെൻഷനൽ ആവാൻ കാരണം ഇപ്പോഴും കഥാപ്രസംഗം, നാടകം, അതുപോലത്തുള്ള പല രീതിയിലുള്ള ലിറ്റററി ട്രഡീഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ മൾട്ടി ലിംഗ്വൽ നേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ ഒരുപാടധികം ഭാഷകളുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സാൻസ്ക്രിത്, തമിഴ്, പാളി, പ്രാകൃത്, പേർഷ്യൻ, അറബിക്. അപ്പോൾ റീജിയണൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്. മാത്രമല്ല വിദേശ ശക്തികൾ ഇവിടെ വന്ന് ഇൻവേഷൻ നടത്തിയ സമയത്ത് അവർ ഇവിടെ പഠിപ്പിച്ച പല ഭാഷകളും ഉണ്ട്. ഇംഗ്ലീഷ് ഒരു എക്സാമ്പിളാണ്. ഇത്രയും ഭാഷകളിൽ പല രീതിയിലുള്ള വർക്ക്സ് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണെന്നും കൂടി പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എപ്പിക്സ്, നമ്മുടെ രാമായണ, മഹാഭാരത പോലത്തുള്ള എപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടധികം റീജിയണൽ വേർഷൻസും റീടെല്ലിങ്സും അഡാപ്റ്റേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ബുക്കാണെങ്കിൽ പോലും പല രീതിയിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് ഈ ക്ലാസിക്കൽ എപ്പിക്സിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആ ഒരു കോംപ്ലക്സിറ്റി ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ കോംപ്ലക്സിറ്റി ഇതെല്ലാം എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി ഫിലോസഫിക്കൽ ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇതാണ്. ധർമ്മ, കർമ്മ, മോക്ഷ, ഭക്തി, രസ പോലത്തുള്ള കോൺസെപ്റ്റിനെ കുറിച്ചുള്ള പല ഫിലോസഫിക്കൽ വർക്ക്സും എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് വെറുതെ ഒരു ഫിക്ഷണൽ വർക്ക് മാത്രമല്ല, ഒരു സ്പിരിച്വൽ ലെസൺസ് കൂടിയാണ്. അപ്പോൾ പഞ്ചതന്ത്രം പോലത്തുള്ള വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കഥകളുണ്ട്, പക്ഷെ അതേസമയം ആ കഥകളിലൂടെ ഒരു മോറൽ ലെസൺ കൂടി ആ കഥകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എന്നൊരു പോയിന്റ് അവിടെ വരുന്നത്. ഇനി നമ്മൾ ഒരുപാട് ജേണേഴ്സും ഫോംസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പിക്സ് ഉണ്ട്, ലിറിക്കൽ പോയട്രി ഉണ്ട്, ഡ്രാമയുണ്ട്, ഫോക്ലോർ, നാടോടി കഥകളുണ്ട്, അതുപോലെ തന്നെ ആരാധന, മീരാഭായ്, കബീർദാസ് പോലത്തെ ഡിവോഷണൽ സോങ്സ് ഉണ്ട്, ഫിലോസഫിക്കൽ ട്രിറ്റീസ് ഉണ്ട്, നറേറ്റീവ് പ്രോസ് ഉണ്ട്. അപ്പോൾ ഉള്ളിലെല്ലാം തന്നെ നമുക്ക് ചരിത്രം കാണാൻ സാധിക്കും. അതേസമയം മിത്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വർക്ക്സ് ഉണ്ട്, സിംബലിസം, ഇതെല്ലാം തന്നെ കാണാൻ സാധിക്കും. പഞ്ചതന്ത്രം ഒരു എക്സാമ്പിളാണ്.
മാത്രമല്ല ഇപ്പോൾ രാമായണ മഹാഭാരതം എടുത്തു നോക്കിയാൽ തന്നെ ഒരു രീതിയിൽ ചരിത്രവും പറയുന്നുണ്ട്. കാരണം അതിൽ മെൻഷൻ ചെയ്യുന്ന പല സ്ഥലങ്ങളും ഇപ്പോഴും നമുക്കുണ്ട്. അയോധ്യ പോലത്തുള്ള, കുരുക്ഷേത്ര പോലത്തുള്ള സ്ഥലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിത്സും ഉണ്ട്. ദേവന്മാരെ കുറിച്ചും ഗന്ധർവന്മാരെ കുറിച്ചുള്ള കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. മോറൽ ലെസൺസ് ഉണ്ട്, സിംബലിസം ഉണ്ട്. ഇതെല്ലാം തന്നെ ഒറ്റൊരു ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ കിളിപ്പാട്ട് പോലെ പാട്ടിൻ്റെ രീതിയിൽ വർക്ക്സ് ഉണ്ട്. അതിനുള്ളിൽ തന്നെ ഡാൻസും തിയേറ്ററും പോലത്തുള്ള പല ആർട്ട് ഫോംസിനെ കുറിച്ച് പറയുന്ന വർക്ക്സ് ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ ഇൻ്റർടെക്ച്വൽ ആണ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇപ്പോൾ കണ്ടംപററി റൈറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് റീടെല്ലിങ്സ് വരുന്നുണ്ട്. അതിൻ്റെ ബേസിസ് ഒരുപാടുണ്ട്. കാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ദളിത് ലിറ്ററേച്ചർ, ജെൻഡറിനെ കുറിച്ച് പറയുന്നുണ്ട്, വിമൻ ലിറ്ററേച്ചർ, പിന്നെ ഡിവോഷൻ, പവർ, റെസിസ്റ്റൻസ്, ഐഡൻറ്റിറ്റി, ഇങ്ങനെ പല പല കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള റീടെല്ലിങ്സ്, അഡാപ്റ്റേഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഓരോ സമയവും നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വാക്കാണ്, പ്ലൂറലിസം. പ്ലൂറലിസം എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ വോയിസസ്, പെർസ്പെക്റ്റീവ് ആൻഡ് വേൾഡ് വ്യൂസ്. ഞാനിപ്പോൾ രാമായണ മഹാഭാരതത്തിൽ തന്നെ നമുക്ക് പ്രൈം എക്സാമ്പിളായിട്ട് എടുത്ത് പറയാൻ സാധിക്കും. ഓരോ റീജൻ വൈസ് പോകുമ്പോൾ പോലും, ഓരോ ടൈം പീരീഡ് എടുത്ത് പറയുമ്പോഴും അതിന് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ സീരിയൽസ് എല്ലാം തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ തന്നെ എന്താണ് മെയിൻ എപ്പിക്കിനെ കുറിച്ച് പറയുന്ന സീരിയലുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സീതയുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള രാമായണ, ദ്രൗപദിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള മഹാഭാരത, മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഹനുമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ രാമായണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റീ ഇമാജിനേഷൻസ് പോസിബിൾ ആണ്. ഇതാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒറ്റ ഒരു എന്താണ് വ്യാസൻ എഴുതിയ ആ ഒരു മഹാഭാരതവും അല്ലെങ്കിൽ വാൽമീകി എഴുതിയ രാമായണം മാത്രമല്ല, പല രീതിയിൽ പല ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള റീ ഇമാജിനേഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കോൺസെപ്റ്റ്, നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള, ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്, ഭക്തിയെക്കുറിച്ച് പറയുന്നത്, ഇങ്ങനത്തെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന വർക്ക്സും നമുക്ക് ഒരുപാടധികം കാണാൻ സാധിക്കും. ഈ ഒരു ഇൻ്റർടെക്ച്വാലിറ്റി, ഓറൽ പെർഫോമൻസ് ആയാലും ആർട്ടായിട്ടും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ എക്സ്പ്രഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വർക്കിൽ തന്നെ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. ഇതിനെയാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലിമിറ്റ്സിലേക്ക് വരുവാണെങ്കിൽ, ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകളിൽ വർക്ക്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പല ഭാഷകളിലുള്ള വർക്ക്സും നമുക്ക് ആക്സസിബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു തമിഴ് ലാംഗ്വേജിലുള്ളൊരു ബുക്ക് എടുത്ത് തരികയാണെങ്കിൽ എനിക്കത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗുജറാത്തി വർക്ക് അല്ലെങ്കിൽ മറാഠി വർക്കിലുള്ള ഒരു കഥയോ കവിതയോ എനിക്ക് തരികയാണെങ്കിൽ എനിക്കത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് ആ ഭാഷ അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ ഓഫ് ആക്സസിബിലിറ്റി ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പല ക്ലാസിക്കൽ ടെക്സ്റ്റും നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല, ഒരു സ്കോളറിൻ്റെ ഹെൽപ്പില്ലാതെ നമുക്കത് മനസ്സിലാക്കാൻ പോലും സാധിക്കത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സാൻസ്ക്രിറ്റ് പോലത്തുള്ള ലാംഗ്വേജസ്. ഇനി മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റൊരു കൊടക്കീഴിൽ അല്ലെങ്കിൽ ഒറ്റൊരു സിംഗിൾ ലിറ്റററി ക്യാനനായിട്ട് നമുക്ക് ഒരിക്കലും ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, പ്ലൂറലിസം, മൾട്ടി ലിംഗ്വിസ്റ്റിക് നേച്ചർ, എക്സെട്ര. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളേജ് ഇല്ലെങ്കിൽ നമുക്ക് പല ടെക്സ്റ്റും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പല പോയിൻറ്റ്സും എന്താണോ കാണിക്കുന്നത്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം റിച്ച് ആണ്, അഡാപ്റ്റബിലിറ്റിക്ക് സാധ്യതയുള്ള ഒരു ട്രഡീഷനാണ്.
കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ റെസ്ട്രിക്ഷൻ ടു ആക്സസിബിലിറ്റി, ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ, ലാക്ക് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ ഇത്രയും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ലിറ്റററി ട്രഡീഷൻ ഇത്രയും കോംപ്ലക്സും റിച്ചും ആണ്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് കൂടുതൽ ട്രാൻസ്ലേഷൻ വർക്ക്സ് അവൈലബിൾ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷനും ഇൻ്റർപ്രിട്ടേഷനും കൂടുതൽ അതിനുള്ള അവസരങ്ങൾ കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ലിറ്റററി ട്രഡീഷൻ കൂടുതൽ റിച്ച് ആവത്തേ ഉള്ളൂ. ഈ ഒരു പോയിൻ്റോടെ നമുക്ക് ഈ ഒരു ലെക്ചർ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. I'll see you in another video. Till then, thank you for listening and take care.